നമ്മുടെ ഈ അശ്വതിനാഥ് രാമവർമ്മ തമ്പുരാൻ ഈ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അത് ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അയാളുടെ ഒരു വലിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട് വാസ് ഇൻ ദി മ്യൂസിക് ക്ലബ്ബ്. അവർക്ക് പണ്ടേ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് മൈ ഹസ്ബൻഡ് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. മൈ ഡോട്ടർ എല്ലാവരും ഞങ്ങൾക്കൊക്കെ പാട്ടിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ധാരാളം അന്നൊക്കെ ഇതാണല്ലോ വലിയ പ്ലേറ്റ് റെക്കോർഡ്, അത് വെച്ച് അല്ലെങ്കിൽ കാസറ്റ്, പിന്നെ ഇപ്പോഴല്ലേ ഡിജിറ്റലൊക്കെ ആയത്. അപ്പോൾ ഈ പാട്ടിങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട് കുട്ടിയായിരുന്നപ്പോൾ. ബട്ട് ഹി വാസ് ഇൻ ദ മ്യൂസിക് ക്ലബ്ബ്. അപ്പോൾ ഒരിക്കൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അട്ടക്കുളങ്ങര സ്കൂളിലായിരുന്നു. 600 സ്കൂളുകൾ കമ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഗ്രൂപ്പ് സോങ്ങിന് വിട്ടോട്ടോ എന്ന് സ്കൂളിൽ നിന്ന് ചോദിച്ചു. ഞങ്ങൾ ഉടനെ വിട്ടോളാൻ. അന്ന് കോമ്പറ്റീഷൻ്റെ അന്ന് ലീഡ് വോയിസിന് തൊണ്ടവേദന വന്നു, പാടാൻ വയ്യാതെയായി. അപ്പോൾ എൻ്റെ മകനാണ് ലീഡ് വോയിസായിട്ട് അന്ന് പാടിയത്. പാടി അവർ സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചു ഈ 600 സ്കൂളിലും. അപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത്, വലിയമ്മൂമ്മയുടെ അടുക്കൽ വലിയ സന്തോഷമായിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്. അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്ന് പാടാൻ. അതൊക്കെ പാടി ഒരുപാട് ചില ഹൊയ് ഹൊയ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പാട്ടായിരുന്നു. എന്നാലും അതൊക്കെ പാടി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ പറഞ്ഞു കുഞ്ഞിന് നല്ല വോയിസ് ഉണ്ട്. അപ്പോൾ പാട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കേണ്ടത് കർണാട്ടിക് മ്യൂസിക്കാണ്. എന്നുവെച്ചാൽ ആ ശാസ്ത്രീയ സംഗീതം പഠിച്ചാൽ ഏത് സംഗീതവും പിന്നെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കിട്ടും. പഠിക്കുന്നോ? അപ്പോൾ ഹി സെഡ് യെസ്, ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അടുത്ത തലമുറയിൽ ആരെങ്കിലും ഒരാൾ സംഗീതം കൈകാര്യം ചെയ്യാനായിട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഗുരു വേണ്ടേ? അപ്പോൾ ഗുരുവിനെ അന്വേഷിച്ച് ചെമ്മക്കുടി ശ്രീനിവാസയ്യർ ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ശ്രീനിവാസയ്യർ ഒരു കുഞ്ഞിനിങ്ങനെ പാട്ട് പഠിക്കാമെന്ന് പറയുന്നു, ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സർ ഞാനേ ചൊല്ലിക്കൊടുക്കണേ. സോ ഷീ സർ ആ സ്റ്റേജ് ആയില്ല. നമുക്കിപ്പോൾ ആദ്യം ബാലപാഠം കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീനിവാസയ്യർ പഠിപ്പിക്കേണ്ട സ്റ്റേജ് എത്തുന്നത്. ഇപ്പോൾ ബാലപാഠം അത് മാത്രമല്ല, അദ്ദേഹം മദ്രാസിൽ, നമ്മളിവിടെ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്ന് നോക്കട്ടെ, എനിക്ക് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, പക്ഷെ നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ അതെനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട്. അത് ഇന്ന് ഇത് പറയുന്നത് എന്തുകൊണ്ട് ശ്രീനിവാസയ്യരാണ് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യരെ കണ്ടുപിടിച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സെൻറ്റിനറിയാണ്, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം 100ാം വാർഷികമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന കുറച്ച് കൂടുതലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ശ്രീനിവാസയ്യർ പറഞ്ഞത് നമ്മൾ പ്രായം അതാണ്, 14-15 വയസ്സ്, വളരെ ഇംപ്രഷനബിളായിട്ടുള്ളൊരു പ്രായമാണ്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ആളുടെ സ്വഭാവ ഗുണവും നമ്മൾ നോക്കണം. പിന്നെ കൊട്ടാരത്തിൽ വരുന്നു, അപ്പോൾ ഓരോന്ന് എനിക്ക് പൈസ വേണം, ഇല്ലെങ്കിൽ എൻ്റെ ഇന്നാർക്കൊരു ജോലി വേണം, അങ്ങനെ ചോദിക്കുന്ന ഒരാളാവാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല മനുഷ്യനും കൂടെ ആയിരിക്കണം. എന്നാൽ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത് തറവായിട്ട് പഠിപ്പിക്കണം. ഇത് യൂത്ത് ഫെസ്റ്റിവലിന് അയക്കുന്ന പാഠമല്ല, അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാണ് കുറേ പേരെ ശ്രീനിവാസയ്യർ വെറ്റ് ചെയ്ത് ഓഡിഷൻ പോലെ ചെയ്ത്. രണ്ടാമത്തെ ഇതിലാണ് അമ്മുമ്മയും ശ്രീനിവാസയ്യരും കൂടെ ഇരുന്ന്, അദ്ദേഹം ശ്രീനിവാസയ്യർ, അത് കഴിഞ്ഞ് അങ്ങനെയാണ് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ അതെ പങ്കെടുത്ത്. അങ്ങനെയാണ് വെച്ചൂർ സാറ് വന്നത്. അത് നമുക്ക് വളരെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സംഭവമായിരുന്നു. സാർ അത്ര ആത്മാർത്ഥതയോടെയാണ് പഠിപ്പിച്ചത്. പിന്നെ സാറിന് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളും സാർ എപ്പോഴും പറയും എനിക്ക് ക്യാപ്സ്യൂളായിട്ട് പഠിപ്പിക്കാൻ ഒക്കില്ല. അത് 15 മിനിറ്റത്തേക്ക് രാഗം, കീർത്തനം, നിരവൽ, സ്വരം, യൂത്ത് ഫെസ്റ്റിന് വേണ്ടി 10 മിനിറ്റ് അങ്ങനെ എന്നെക്കൊണ്ട് പഠിപ്പിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് സാർ അത്ര ഒരു ചിട്ടയോടെ ആണ് പഠിപ്പിച്ചത്. അപ്പോൾ സാറ് വരുന്ന വലിയൊരു ഒരു ഉത്സാഹമാണ് എല്ലാവർക്കും. പക്ഷെ അവിടെ പോയി ഇരുന്നാൽ സാറിന് കുറച്ച് ഇൻഹിബിഷൻസാണ്. അതുകൊണ്ട് അമ്മാവനിങ്ങനെ നടക്കും ഈ വരാന്തയിൽ സാർ ക്ലാസ് കേൾക്കാൻ, സാറ് പഠിപ്പിക്കുന്ന കേൾക്കാൻ. അമ്മ വെളിയിൽ വരാന്ത കതവിൻ്റെ പുറവിൽ അമ്മ കാണാത്ത രീതിയിൽ അവിടെ ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം ചിലപ്പം സാർ ഇതെല്ലാം കഴിഞ്ഞ് വളരെ അപൂർവം സാറ് കുറച്ച് രാഗമോ വല്ലതും പാടും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശരിക്കും ആ നിറഞ്ഞ സന്ധ്യാസമയത്ത് സാറ് ശങ്കരാഭരണം
കുറച്ചൊരു ദിവസം പാടി. അതൊക്കെ ഇതാ ഇന്നും എനിക്ക് വലിയ സംഗീത ജ്ഞാനമൊന്നുമില്ല, കേട്ട അതിൻ്റെ ആ ഒരു ആനന്ദം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ഈ വലിയ ആളുകളൊക്കെ എങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നതെന്ന്. ഐ കാണ്ട് റീപ്രൊഡ്യൂസ് ഇറ്റ്. പക്ഷേ ഇങ്ങനെയായിരുന്നു അവർ പാടിയത് എന്നുള്ളത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ സാറ് പഠിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ സാർ ഇങ്ങനെ കുനിഞ്ഞിരിക്കും. സാറ് താഴോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് അധികവും. അപ്പോൾ സാറ് തല പൊക്കി ഒന്ന് എന്ന് പറഞ്ഞാൽ അതൊരു സ്വർണ്ണ മരൽ തരുന്ന പോലെയാണ്. സാർ അങ്ങനെ വിട്ടൊന്നും പറയൂല. പക്ഷെ ആ പറഞ്ഞാൽ അത്രയും വിലയാണ് അതിനുള്ളത്. പിന്നെ സാറ് പറഞ്ഞുകൊണ്ടിരുന്നു, രഘുവിന് വീണയുണ്ടായിരുന്നു. വീണ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഓൾ ഇന്ത്യ റേഡിയോയിൽ വെങ്കട്ടരാമൻ സാറ് ആയിരുന്നു. പിന്നെ കെ എസ് നാരായണ സ്വാമി സാറും അവരായിരുന്നു വീണ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെച്ചൂർ സാറ് പറയും, നമ്മൾ പ്രത്യേകം നോക്കണം ഒരു കച്ചേരിക്ക് മുൻപന്തിയിൽ ആരാണ് ഇരിക്കുന്നതെന്ന്. തെറ്റായിട്ട് താളമിട്ടാൽ പ്രത്യേകിച്ചും വാദ്യത്തിന് എല്ലാം പോയി. നമ്മൾ നേരാമണ്ണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റായിട്ടൊരു താളം ഇടുകയാണെങ്കിൽ അങ്ങനെ പലരും ഉണ്ട്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഏത് രാഗമായത് ഒരു ഡിസ്കഷൻ. അപ്പോൾ സാറ് പറയും, ആദ്യമേ ആ രാഗം അങ്ങ് അനൗൺസ് ചെയ്തേക്കൂ, പിന്നെ ഈ ഡിസ്കഷൻ വേണ്ടല്ലോ. ഇപ്പം ശരിക്കാണെങ്കിൽ ഒരു രാഗം പാടി തുടങ്ങുമ്പോൾ മനസ്സിലാവണം. പക്ഷെ ചില അപൂർവ രാഗങ്ങളൊക്കെ ആകുമ്പം അറിയണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ സാറത് പറഞ്ഞുകൊണ്ടിരുന്നു എപ്പോഴും, അത് അനൗൺസ് ചെയ്താൽ മതി. പിന്നെ ഈ ആരാധനകളൊക്കെ വന്നല്ലോ, ആരാധനകൾ വരുമ്പം അത് ടി വിയിൽ ഒക്കെ വരും. അപ്പോൾ സാറ് പറയും, ഞാൻ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ട്രിനിറ്റി എന്ന് പറഞ്ഞ മാതിരി ഓരോരുത്തര ടി വി വന്നതുകൊണ്ട് ഈ തോളിൻ്റെ മുകളിൽ കൂടെ ഒരു തല, ഈ തോളിൻ്റെ മുകളിൽ കൂടെ ഒരു തല, എന്തിനാ ഇതിൽ കാണാനായിട്ട്. സാറിന് അതൊക്കെ വലിയ. പക്ഷേ ആ സാറിൻ്റെ പാഠങ്ങൾ വളരെയധികം രഘുവിനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കോവിഡ് സമയത്ത് ഓരോരുത്തർ ഓരോ മൂലയിലായിരുന്നല്ലോ. ഈ ലോക്ക്ഡൗൺ പെട്ടെന്നല്ലേ വന്നത്. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഓടി വന്ന് ഇവിടെ ഒരു മാസം പൂട്ടിയിട്ടു. ഒരു സൂക്കേടും ഇല്ലായിരുന്നു, എന്നാലും ക്വാറന്റൈൻ എന്ന് പറഞ്ഞ ഒരു മാസം പൂട്ടിയിട്ടു. അപ്പോൾ ആ കാലത്ത് എൻ്റെ മകൻ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഒരു പ്രവൃത്തിയുമില്ല, ക്ലാസ്സില്ല, കച്ചേരിയില്ല, ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഓൺലൈൻ ക്ലാസ് എടുത്തു തുടങ്ങി. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അതങ്ങ് എന്താ ഇറ്റ് റിയലി ക്ലിക്ഡ്. ഇപ്പോഴും ഒരുപാട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് സൗകര്യമായി, നമ്മൾ ഓൺലൈൻ ഇനോഗ്രേഷൻ. പക്ഷേ ഐ ഫൈൻഡ് ഇറ്റ് വെരി സ്ട്രേഞ്ച്. നമ്മൾ ഓഡിയൻസിനെ കാണാൻ ഒരു ഫീൽ കിട്ടുന്നില്ല. ഇത് ക്ലാസ് ശരി, പക്ഷേ ഒരു ഇനോഗ്രേഷൻ എന്നൊക്കെ പറയുമ്പം ഈയിടെ ഒന്ന് ചെയ്തു, ഈ മുറിയിലിരുന്ന് തന്നെ അമൃത യൂണിവേഴ്സിറ്റിയിൽ കോയമ്പത്തൂര്. അവർ പറഞ്ഞു, ഇൻ യുവർ ഓഡിയൻസ് ദർ ആർ 1400 പീപ്പിൾ. എനിക്ക് ഒരാളെ പോലും കാണാൻ വയ്യ. അവർ ഉറങ്ങുകയാണോ, അവർ മൊബൈൽ നോക്കുകയാണോ, അത് പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈവൻ ലൈവ് ഇനോഗ്രേഷന് പോകുമ്പോൾ പോലും മൊബൈൽ നോക്കുക ആളുകൾ, സ്റ്റേജിലിരിക്കുന്നവർ ഉൾപ്പെടെ. രഘുത്തമ്പുരാൻ, അശ്വതിനാഥ് രാമവർമ്മ തമ്പുരാൻ രാഷ്ട്രപതിയായിരുന്ന, അതോ അന്ന് ഉപരാഷ്ട്രപതിയായിരുന്നു, ഉപരാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ്റെ മുമ്പിലും അവതരിപ്പിച്ചിട്ടില്ലേ കച്ചേരി? ഉണ്ട്. അത് MA ബേബി നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പാർലമെൻറ്റ് ഹൗസിൽ ഒരു കച്ചേരി ഏർപ്പാട് ചെയ്തിരുന്നു. ആ കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീ കെ ആർ നാരായണനെ വൈസ് പ്രസിഡൻ്റായിട്ട് അനൗൺസ്മെൻറ്റ് വന്നത്. എന്നിട്ട് അദ്ദേഹം ഒന്ന് ആ കച്ചേരിക്ക് വന്ന് അതൊരു വലിയ സന്തോഷമായിരുന്നു നമുക്ക്. അദ്ദേഹം അത് മാത്രമല്ല, അത് കഴിഞ്ഞും മദ്രാസിലുള്ള ഒരു കച്ചേരിക്കും അപ്പോഴദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് കേൾക്കണം എന്നുണ്ട്, പക്ഷെ ഇവർ പറയുന്നു ഇപ്പോൾ പോകണം എന്ന്. ഇവരെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഡീറ്റെയിൽ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഉപരാഷ്ട്രപതിയല്ലേ, അപ്പോൾ അവർ പറയുന്ന ഇദ്ദേഹം കേൾക്കണോ, ഇദ്ദേഹം പറയുന്ന അവർ കേൾക്കണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 200 മണിക്കൂർ കേട്ടിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാം. ബിക്കോസ് ഈ സെക്യൂരിറ്റി വഴിയിലൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടല്ലേ, ട്രാഫിക് നിർത്തുന്നതും. അതുകൊണ്ടായിരിക്കും സെക്യൂരിറ്റിക്കാർ വൈസ് പ്രസിഡന്റ് അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതെ അതെ. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും തമ്പുരാൻ അവതരിപ്പിച്ചിട്ടില്ലേ കച്ചേരി? അത് ദേവർ അവർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതിനു മുമ്പും അത് കഴിഞ്ഞും അവർ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അബ്ദുൽ കലാം അതെ, അദ്ദേഹം ഒരു വൈണികനായിരുന്നു. അപ്പോൾ ഇവർ സംഗീതത്തിനെ കുറിച്ചാണ് ഇവരുടെ ഡിസ്കഷൻസ് മുഴുവനും.
എന്നിട്ട് രാഷ്ട്രപതി ഭവനിൽ വിളിച്ചു, അവിടെ താമസിച്ചു, അവിടെ ഒരു കച്ചേരി നടത്തി. തമ്പുരാട്ടിയൊക്കെ പോയിരുന്നു? ഞാൻ പോയിരുന്നില്ല, ഇല്ല. അതൊക്കെ വളരെ ഒഫീഷ്യൽ. ഇത് ഈ വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും അതൊന്നും നമ്മളെ കൊണ്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. തമ്പുരാട്ടി, ഇവിടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നിട്ടില്ലേ? ഉണ്ട്. അന്ന് ഞങ്ങൾ കൊച്ചു കുട്ടികളായിരുന്നു. ഈ ഏണിപ്പട്ടിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ ആ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഡോക്ടർ രാധാകൃഷ്ണന്റെ ഈ കസേരയിരുന്ന ഹി വാസ് എ വണ്ടർഫുൾ മാൻ. അദ്ദേഹം ഇപ്പം നിങ്ങളൊക്കെ പ്രൊഫസേഴ്സും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, പക്ഷേ അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു വാക്ക് മാറ്റി അതിനേക്കാട്ടിലും ഒരു നല്ല വാക്കുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹം. കുറച്ച് സീരിയസ് ആണ് ആള്. അബ്ദുൽ കലാം അങ്ങനെയല്ല. അദ്ദേഹം ഒരുപാട് ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ കുറച്ചുകൂടി സീരിയസ് ആണ്. പക്ഷേ എന്ത് ഡിഗ്നിറ്റി! ശരിക്കൊരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഡിഗ്നിറ്റി മുഴുവൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശ്രീ കെ ആർ നാരായണൻ ഇവിടെ വന്നിട്ടില്ലേ? ഉണ്ട്. അദ്ദേഹവും വൈഫും അവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും ഇവിടുത്തെ പാൽപ്പായസം കുടിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വന്നത് രഘുവിൻ്റെ പിറന്നാളിനന്നായിരുന്നു. ഇവിടെ ഈ ഹാബിറ്റാറ്റിൻ്റെ കല്ലിട്ട് കഴിഞ്ഞിട്ട് ആണ് വന്നത്. അപ്പോൾ അന്നപ്പോഴത്തെ സെക്യൂരിറ്റിയൊക്കെ ആയിപ്പോയി. അവർ പറഞ്ഞു ഈ സകല ജനലും കഥവും ഒക്കെ അടച്ചു വയ്ക്കണം, അങ്ങോട്ടേക്കുള്ളത്. നമ്മുടെ സ്റ്റാഫ് തന്നെ ജനലിൽ കൂടെ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആക്കി വെച്ചു. സോ വി ടോൾഡ് ഹിം, അന്ന് പ്രസിഡൻ്റ് അല്ലേ. അപ്പോൾ രഘു പറഞ്ഞു ഇദ്ദേഹം പ്രഥമനാണ്, അപ്പോൾ ഇദ്ദേഹത്തിന് ഇതാ ഞങ്ങൾ കുറച്ച് പ്രഥമൻ എന്നൊക്കെ പറഞ്ഞ്. സോ വി ടോൾഡ് ഹിം ഇങ്ങനെ സ്റ്റാഫൊന്നും നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഹി സെഡ് കോൾ ദം. എല്ലാം തുറന്ന് സ്റ്റാഫൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അദ്ദേഹം വളരെ സിമ്പിളായിരുന്നു, ഒരു വെരി ഡൗൺ ടു എർത്ത്, ഒരു നല്ല മനുഷ്യൻ. അത് ഇവരൊക്കെ അതെ, ഇൻഡിവിജ്വലി ദേ വർ ഓൾ ഗുഡ് പീപ്പിൾ. പിന്നെ ഈ ഒഫീഷ്യൽഡം വന്ന് അവരെ ഒരുമാതിരി വരിഞ്ഞ് കെട്ടി വയ്ക്കുക.